ഗൈസ് നമുക്കിതൊരു പുതിയ റെസിപ്പി ഉണ്ടല്ലോ. നമ്മുടെ അമൃതം പൊടി ഇല്ലേ, അങ്കലവാടിയിൽ നിന്ന് കിട്ടുന്ന, അത് ഒരുപാടെണ്ണം കയ്യിലുണ്ടെങ്കിൽ ഇതൊന്നും അങ്ങോട്ട് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. കാരണം അങ്ങനെ വലിയ പാടൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാവുന്നതാണോ. ഒരു കപ്പ് അരിപ്പൊടി, ഒരു കപ്പ് അമൃതം പൊടിയും, തുള്ളി ഉപ്പിട്ടിട്ട് നമ്മളൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കുക. എന്നിട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള നമ്മുടെ ശർക്കരയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ശർക്കര 2 അച്ചാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. മധുരത്തിനനുസരിച്ച് അച്ചിൻ്റെ എണ്ണം കൂട്ടാവുന്നതുമാണ്, കുറയ്ക്കാവുന്നതുമാണ്. ശർക്കരയിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം ഇതങ്ങോട്ട് ഉരുക്കിയെടുക്കണം. ഉരുക്കിയെടുത്തിട്ട് അത് നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിക്സിലോട്ട് ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ഒരു കട്ട പിടിക്കുന്ന പോലെ ഉണ്ടാവും. ചൂടോടുകൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് ഈ മിക്സിലോട്ട് കുറച്ച് അപ്പസോഡ, പേരിന് വേണ്ടി മാത്രം ഒന്ന് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു തുള്ളി അപ്പസോഡയും ചേർത്ത്, ഇതിൻ്റെ ബാറ്റർ എന്ന് പറയുന്നത് ഒരു ലൂസ് ഇതുപോലെ ഇരിക്കും കൺസിസ്റ്റൻസി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം കൂടെ വെച്ചിട്ട് ഇതുപോലെ ആക്കിയെടുക്കുക. എന്നിട്ട് അടി കട്ടിയുള്ള ഒരു കുക്കർ വെച്ചിട്ട് അതിലോട്ട് ചെറിയുള്ളിയും തേങ്ങാക്കൊത്തും ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കണം. അതപ്പത്തിൻ്റെ ഫ്ലേവർ എന്ന് പറയുന്നത് തന്നെ ഒരു ചെറുള്ളീൻ്റെ ഒക്കെ ഒരു സ്മെല്ലാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയുള്ളി കുറച്ചധികം ഇട്ടാലും നന്നായിരിക്കും. എന്നിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുത്തിട്ട് ചട്ടി ചൂടോടുകൂടി തന്നെ നമ്മുടെ ബാറ്റർ അതിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ കുക്കർ മൂടി വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ വെയിറ്റ് ഊരണം. ഊരിയിട്ടൊരു 10-20 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടേസ്റ്റി കലത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല, നമ്മൾ കുത്തി ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള കലത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കയ്യിൽ ഒരുപാട് പാക്കറ്റൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, രസമുണ്ടോ ഇല്ലെന്ന് നമുക്കറിയാൻ പറ്റുമല്ലോ.